ഇത് ഒരു സീനാണേ. ഇതുകൊണ്ട് സൂം ചെയ്ത് അല്ല വേണ്ട സൂം ചെയ്യണ്ട, അങ്ങനെ തന്നെ വെച്ചു. ഇത് കണ്ട നീന്തലിനെ പറ്റി ഒരാളെ ഒരു എന്താ പറയുക വെള്ളത്തിൽ മുങ്ങുന്ന ഒരാളെ രക്ഷിക്കേണ്ടത് എങ്ങനെ എന്നൊരു പോലീസല്ല ഫയർഫോഴ്സ് ആയിരിക്കും നിന്ന് പഠിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. ഇത് കണ്ടോണേ, ഇത് കണ്ടോ ഓരോ പണികളൊക്കെ കാണിച്ചു തരുവാ. എന്നിട്ട് ഭയങ്കര ക്ലാസ്സാ, എങ്ങനെ പിടിക്കണം, എന്ത് ചെയ്യണം. രസം എന്താ വെച്ചാൽ ഇവിടെ എന്നിട്ട് ഇത് എന്തിനാ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാല് നാട്ടിൽ ഒത്തിരി പിള്ളേര് വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നു. വെള്ളം ഭയങ്കര, കേരളത്തിനകത്ത് കിടക്കുന്ന കുറച്ച് കരയും കുറെ വെള്ളമുള്ള ഒരു നാടാണ് എല്ലായിടും. പിന്നെ വെള്ളപ്പൊക്കം വന്നാൽ പിന്നെ അറിയാലോ, വെള്ളം ചിലപ്പോൾ കേരളം മൊത്തം മുക്കുന്ന തരത്തിൽ പൊങ്ങി നിൽക്കും. പിന്നെ മുല്ലപ്പെരിയാർ വെട്ടിയാൽ പിന്നെ നീന്തലും എന്നൊന്നും പ്രശ്നമാകത്തില്ല. അങ്ങനെ വല്ല ഉണ്ടായാൽ മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം പൊങ്ങും, ചുമ്മാ വെള്ളമൊക്കെ പൊങ്ങും. എല്ലാ കൊല്ലവും വെള്ളപ്പൊക്കത്തിനും അല്ലാതെ പിള്ളേർ വല്ല ആറ്റിച്ചാടുകയോ അവിടെ അങ്ങനെ വല്ലതും ചാടിയാലും അവിടെ മരിക്കാനുള്ള സാധ്യതകളുണ്ട്. സ്കൂൾ പിള്ളേരൊക്കെ മരിക്കാറുണ്ട്, കൊച്ചു പിള്ളേരൊക്കെ മരിക്കാറുണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ രക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇതുപോലത്തെ ക്ലാസ് ഒക്കെ കൊടുക്കുന്ന പോലെ വെഡിത്തരം ലോകത്ത് വേറെ ഒരു രാജ്യത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ ഇല്ല, നടക്കുന്നുണ്ടാവത്തില്ല. കാരണം ഇതൊക്കെ ചെയ്യേണ്ടത് കൊച്ചു പിള്ളേർ കുഞ്ഞിനെ തൊട്ട് സ്കൂളിലൊക്കെ സ്വിമ്മിങ് നിർബന്ധമായും പഠിപ്പിക്കണം. കാരണം ഈ പ്രദേശം ഇങ്ങനെയാണ്. ഇവിടെ കടലുണ്ട്, കായലുണ്ട്, ആറുണ്ട്, അരുവിയുണ്ട്, വെള്ളച്ചാട്ടമുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനകത്തെല്ലാം പോയി ആൾക്കാർ മരിക്കുന്നുണ്ട്. വെള്ളത്തിൽ മുങ്ങിയാലും മരിച്ചു പോകും. പിന്നെ ആവശ്യമുള്ളത് ഇഷ്ടം പോലെ സ്വിമ്മിംഗ് പൂളിലും മുങ്ങി മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാരണം ഇതിപ്പോൾ എല്ലാവരും നീന്തൽ പഠിപ്പിച്ചാൽ ചിലപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തേണ്ടി വരത്തില്ല. എല്ലാവർക്കും നീന്തൽ പഠിക്കാം. എല്ലാവരും സൈക്കിളോട്ട് പഠിക്കുന്നില്ലേ? സൈക്കിളോട്ട് നീന്തലും പഠിച്ചാൽ പിന്നെ മറക്കത്തില്ലെന്നാ പറയുന്നത്. പക്ഷെ നീന്തൽ പഠിപ്പിക്കുന്നില്ല. അതെന്താ? എവിടെയെങ്കിലും കൊണ്ടിട്ട് നീന്തൽ പഠിപ്പിക്കണം, നിർബന്ധമായും പഠിക്കണം. നീന്തൽ നിർബന്ധമായും പഠിക്കേണ്ട സാധനമാണ്. ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് കഷ്ടിച്ച് രക്ഷപ്പെടാനൊക്കെ അറിയാം. എന്നെ അങ്ങനെ ആരും ചിലപ്പോൾ ഒരു വെള്ളത്തിൽ ഒരു 5-6 പേര് വീണ എന്നെ പ്രത്യേകം വന്നാൽ രക്ഷപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ എങ്ങനെയൊക്കെ തുഴഞ്ഞു കയറി പോകും. അതൊരു ബാലൻസ് കിട്ടിയാൽ മതി. ചിലപ്പോൾ ഒഴുക്കൊന്നും ഇല്ലെങ്കിൽ സൂപ്പറായിട്ട് രക്ഷപ്പെടും. അത്രയെങ്കിലും അറിഞ്ഞിരിക്കണം മിനിമം. അതുപോലും ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കാതെ എല്ലാം കഴിഞ്ഞിട്ട് ഓരോ ഫയർഫോഴ്സും അവരൊക്കെ വന്നിട്ട് ഇങ്ങനത്തെ വീഡിയോ ഇറക്കാൻ ഇവർക്ക് നാണമാകുന്നില്ലേ? ഇവരെന്തോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പല കാര്യങ്ങളും നിർബന്ധമായും ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ, നിർബന്ധമായും ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ. ക്യൂ നിൽക്കാൻ പഠിപ്പിക്കണം, തുപ്പാതിരിക്കാൻ നോക്കണം, സിവിക് സെൻസ് എന്ന് പറയുന്ന സാധനമൊക്കെ ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ ലൈഫ് സേവിങ് മറ്റു കാര്യം, ഇപ്പോൾ CPR കൊടുക്കാനെല്ലാം സ്കൂളിൽ തൊട്ടേ പഠിപ്പിച്ച് എല്ലാം ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ്, മോക്ക് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. ഇവിടെ എന്തോ പഠിപ്പിക്കുന്നത്? ഈ പഠിച്ചവന്മാരെല്ലാം റോഡിലിറങ്ങി കാണിക്കുന്നതാണ് ഈ കാണുന്നത്. ഹോൺ അടിച്ച് ബഹളവും വെച്ച് മത്സര ഓട്ടം ഓടി ആളുകളെ വീണ്ടും കൊല്ലുക. വേണം ഒരുത്തിനെ വെള്ളത്തിൽ ഉന്തിയിട്ട് കൊല്ലും ഇവന്മാര്. പക്ഷെ രക്ഷപ്പെടുത്താനുള്ള സാധ്യത വളരെ കുറവാണ് ഇവിടെ ഉള്ളവർക്ക്. പിന്നെ അത് ക്യൂ നിൽക്കാൻ പോലും അറിയത്തില്ല. തള്ളിക്കയറ്റ്, ഇടിച്ചു കയറ്റും, ഇവിടെ കുത്തിക്കയറണം, അവിടെ എല്ലാം കുത്തിക്കയറി ആളാവുക. പിന്നെ റിവേഴ്സ് ഗിയർ ഇല്ലാത്ത കുറേ കാറുകൾ, വണ്ടികളൊക്കെ ആയിട്ട് കുറേ പേര് ഇറങ്ങുക. മോഹൻലാൽ ഏതോ സിനിമയ്ക്കകത്തൊരു മണ്ടൻ ഡയലോഗ് പറഞ്ഞ് ഏതോ വിവരം ഇല്ലാത്തവൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്തപ്പോൾ ഏതോ ഒരു വിവരം കെട്ടവൻ്റെ ഡയലോഗ് എടുത്തുകൊണ്ട് വലിയ കാര്യത്തിൽ പൊക്കി എടുത്തുകൊണ്ട് നടക്കുന്നു. റിവേഴ്സ് ഗിയർ ഇല്ല പോലും. അങ്ങനത്തെ പൊട്ടത്തരങ്ങളെ അറിയത്തുള്ളൂ. ഈ പറഞ്ഞ പോലീസുകാർ ഇപ്പോൾ ഈ കാണിക്കുന്നത് പമ്പര വെട്ടിത്തരും. ഇവരിവിടെ അല്ല കാണിക്കണ്ടേ? ഇവരിങ്ങനെ ഇത് തപാൽ വഴി നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. ഇവരിപ്പോ വിവരക്കേടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ? ഇതൊക്കെ കാണുമ്പോൾ സൂപ്പർ സാർ നന്നായിട്ടുണ്ട്, ഇങ്ങനെ തന്നെ വേണം, ഇതാക്കണം. അത് പോരാ. അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ ഇതെന്ന് ചെയ്യേണ്ടതാ? ഒരു 20 വർഷം മുമ്പെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടേ? എത്ര കൊല്ലമായിട്ട് പിള്ളേർ മരിക്കുന്നുണ്ട്. ഇപ്പോഴും നടന്നിട്ടില്ലാത്തതുകൊണ്ടല്ലേ ഇവന്മാർ ഈ നടന്ന് പറയേണ്ടി വരും. ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞാൽ ഇവന്മാർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. 10 വർഷം കഴിഞ്ഞാൽ ഇവർ ഇതുപോലെ ക്ലാസ് എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും. അപ്പോഴും ഇവിടെ ആൾക്കാർ മരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. ആരും രക്ഷപ്പെടുത്തത്തുമില്ല, രക്ഷപ്പെടാൻ സ്വയം പറ്റത്തുമില്ല. രക്ഷപ്പെടുത്തേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഇപ്പൊ സൈക്കിളിൽ ഓട്ടിച്ചെന്ന് എന്തൊക്കെ സംഭവിക്കാനാ? ബ്രേക്ക് പിടിക്കാനും സൈക്കിള് പിന്നെ സ്പീഡ് ഇറക്കത്തോടെ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും ആരും പഠിപ്പിക്കുന്നൊന്നുമല്ലോ. നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങ് ശീലമായിക്കോളും. പിന്നെ കാണുന്നിടത്തൊക്കെ പോയി ആൾക്കാർ നീന്തിക്കോളും. നീന്തുന്ന എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളൊരു കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീന്തുന്നത്. വെള്ളമൊക്കെ പൊങ്ങുന്ന സമയത്തൊക്കെ കണ്ടത്തിലൊക്കെ ഞങ്ങൾ നീന്തുവാന്നു. സ്വിമ്മിംഗ് പൂളിൽ പോയി നീന്തിയിട്ടുണ്ട്. ആറ്റിലൊക്കെ പോയി വലിയ കുഴപ്പമില്ലാത്ത സമയത്തൊക്കെ നീന്തുവാന്നു. കടലിൽ മാത്രമേ പോയി നീന്താതിട്ടുള്ളൂ. അവിടെ നീന്താൻ അറിയത്തില്ല. അല്ലാതെ ഒരുപാട് ആറുകളിലും പുഴകളിലും ഒക്കെ ഞാൻ പോയി നീന്തിയിട്ടുണ്ട്. കാരണം നമുക്കത് ഇഷ്ടമാണ് നീന്തുന്നത്. നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ഫണ്ണാണ്, ഏറ്റവും നല്ല എക്സസൈസ് ആണ്. ഇതൊന്നും പഠിപ്പിക്കാതെ ഇവരെന്താ പഠിപ്പിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടും. നമ്മളൊക്കെ ഇത് എങ്ങനെയൊക്കെ പോയി പഠിച്ച്. പിന്നെ ഈ സ്പോർട്സും ഗെയിംസിലും ഒന്നും ആരെയും ശ്രദ്ധിപ്പിക്കുന്നൊന്നുമില്ല. ഒരു സ്കൂളിൽ അതിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നേ ഇല്ല. ഒരു എനർജി ഇല്ല, സ്റ്റാമിന ഇല്ല. നശിച്ച് കുറേ മനുഷ്യർ കൂശുമ്പും മുന്നായ്മയും കുത്തിത്തിരിപ്പും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം ഈ പറഞ്ഞ പോലെ മാർക്ക് മേടിച്ചവനോ അല്ലെ മറ്റവനോ അതൊക്കെ കാണിക്കുന്നവരാണല്ലോ ഏറ്റവും മിടുക്കൻ. കണ്ടാ പഠിപ്പിക്കുന്നത്. പഠിക്കുന്നത് അതെ.
അതിന് കണ്ടുപിടിക്കുന്ന ഇത് ഇവിടുത്തെ കണ്ടുപിടിച്ച് എന്തോടും ആദ്യം മതം അടിച്ചേൽപ്പിക്കും, ഉള്ള അമ്പലത്തിലും പള്ളിയിലും കൊണ്ടിരുത്തും, എന്നിട്ട് അത് നശിച്ചൊരു പഠനം ആദ്യം പഠിപ്പിക്കും. ആ സമയത്ത് നീന്തൽ പഠിപ്പിച്ചിരുന്ന ചിലപ്പോൾ പല പിള്ളേരും ഈ മുങ്ങി മരിച്ചവരെല്ലാം രക്ഷപ്പെട്ടനെ. അവരെല്ലാം ദൈവത്തിലേക്ക് വിശ്വസിച്ച് ദൈവത്തെ ദൈവമേന്നൊക്കെ വിളിച്ച് കാണും കിടന്ന് ദൈവം രക്ഷിക്കാൻ. ഊമ്പിയാൽ മതി ദൈവം വന്ന് രക്ഷിക്കണേ. ദൈവം ഊമ്പും. എത്രയും പേര് മുങ്ങി മരിച്ചെടുത്ത് ദൈവത്തിന് ചുക്കും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇത് പഠിപ്പിക്കണോ? നീന്തൽ പഠിപ്പിച്ചതിന് ശേഷം, സൈക്കിൾ ഔട്ട് പഠിപ്പിച്ചതിന് ശേഷം, ബിഹേവിയർ പഠിപ്പിച്ചതിന് ശേഷം, നല്ല രീതിയിൽ എന്താ പറയുക ആൾക്കാർ പെരുമാറുക, അല്ലെങ്കിൽ റോഡിൽ ബിഹേവ് ചെയ്യേണ്ടത് എല്ലാം പഠിപ്പിക്കുക. അതുപോലെ തന്നെ സിഗ്നൽ കത്തി കിടക്കുമ്പോൾ റെഡ് അടിച്ചാൽ പോകാതിരിക്കാൻ ശ്രമിക്കുക. എന്താണ് വരത്തില്ല, ഒരാവശ്യമില്ല. CPR ഒക്കെ പഠിപ്പിക്കേണ്ടി വരും ചിലപ്പോൾ. ഷെയർ കേസ് ഒക്കെ അല്ല എപ്പോഴും വണ്ടി ഇടിക്കണമെന്ന് തോന്നുന്നില്ല. വണ്ടി ഇടിക്കും, പക്ഷെ എന്തായാലും കുറച്ച് കുറയും. ആക്സിഡന്റ് റേറ്റ് ഒക്കെ ഒരുപാട് കുറയും. പിന്നെ അതുപോലെ ഡ്രഗ്സ്, സെക്സ്, എല്ലാ എഡ്യൂക്കേഷനും വേണം. സെക്സ് എഡ്യൂക്കേഷൻ, ഡ്രഗ്സ് എഡ്യൂക്കേഷൻ, സോഷ്യൽ മീഡിയ എഡ്യൂക്കേഷൻ. സോഷ്യൽ മീഡിയ എഡ്യൂക്കേഷൻ ഇതുവരെ കൊടുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം കണ്ട് ആരോ പറയുന്നത് കേട്ടു. നമ്മൾ കുറെ വർഷങ്ങളായിട്ട് ഇവിടുന്ന് വീഡിയോ ഇടുന്നതിനകത്ത് ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ല ഈ 3-4 എഡ്യൂക്കേഷനെ പറ്റി. നിർബന്ധമായും സോഷ്യൽ മീഡിയ എഡ്യൂക്കേഷൻ 15 വർഷം മുമ്പ് കൊടുക്കേണ്ടത്, 10 വർഷം മുമ്പെങ്കിലും കൊടുക്കേണ്ടതാണ്. അത് വളരെ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ പലർക്കും ഒന്നും ആവാൻ പറ്റിയില്ല, ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ പറ്റി. സോഷ്യൽ മീഡിയ